വേദ സാറിന്റെ ആരായ ചേച്ചി? ഭാര്യയാണ്. സാർ കല്യാണം കഴിച്ചതാണോ? ഇപ്പൊ കഴിച്ചിട്ടില്ല, കഴിക്കും. കഴിക്കുന്നത് ഈ ചേച്ചിയായിരിക്കും. അമ്മേ, ഇത് വേദ. ഇതാണ് അമ്മ, ഇതച്ഛൻ. ഓഹോ, അപ്പോ ഇതാണോ ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി? അതെ. അല്ലേ? സ്വാതി അറിയില്ലേ, ആ തടിച്ച്? അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. വേദ, 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 ക്ഷേത്രകുളത്തിൽ ചാടി. വേഗം വാ. അയ്യോ, അയ്യോ, അയ്യോ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നീലൊന്ന് പറയുന്ന കേൾക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആരെങ്കിലും ഒന്ന് വിളിക്കെങ്കിലും ചെയ്യുന്നേ പ്ലീസ്. ഇതൊന്ന് പിടിച്ച്. ഒരു പെൺകുട്ടി എടുത്ത് വെള്ളത്തിൽ ചാടിയത് അറിയില്ല. ഞാനൊന്ന് പിടിച്ച് കേട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. അയ്യോ, അയ്യോ, വിളക്ക് വീണല്ലോ. തുടങ്ങി, ദുരിതങ്ങൾ തുടങ്ങി. ഗൗരി, ഇങ്ങനെയാണോ പറയേണ്ടത്? ആ കുട്ടിക്ക് അറിയാതെ പറ്റിപ്പോയതാ.
സാരമില്ല മോളെ, വേറെ വിളക്കെടുക്ക. എന്തിനാ വേറെ വിളക്ക്? നിലത്ത് വീണെങ്കിലും തിരി കെട്ടിട്ടില്ലല്ലോ, അതിനെടുത്താ പോരെ? മതി. എന്ത് മണ്ടത്തരം നിങ്ങൾ ഈ പറയുന്നത്? അനർത്ഥങ്ങളുടെ ഘോഷയാത്രയല്ലേ കണ്ടത്? മോതിരം മാറിപ്പോയി, ഇപ്പതേ നിലവിളക്ക് വീണു. എന്തൊക്കെയോ കാണിച്ചു തരാ ദൈവങ്ങള്. സൂചനകൾ കൊണ്ട് പഠിച്ചില്ലെങ്കിൽ അനുഭവം വരുമ്പോ മനസ്സിലാവും. മനഃപൂർവ്വം അല്ലല്ലോ. വിളക്ക് വീണതിൽ ഒരു അത്ഭുതവും ഞാൻ കാണുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. ആ തിരി നിലത്ത് കിടന്ന് കിടുന്നതിന് മുമ്പ് വേഗം എടുക്കാൻ നോക്ക്. ഇതാ മോളെ. കേറുവാ. വേദ, ഞാനാ. കേറി വന്നപ്പോ തന്നെ നടയടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു തുടക്കമാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. രണ്ടുപേരും കുറേശ്ശെ കുടിക്കേ. എനിക്ക് വേണ്ട. ഇതൊരു ചടങ്ങാ, കുറച്ചു കുടിച്ചാ മതി. വേണ്ട. എന്നാ മോള് കുടിക്കേ. സ്വാദിക്കിത് ഒന്നും ആയില്ലെന്ന് തോന്നുന്നു. ഒരു വലിയ പാത്രത്തിൽ എടുക്കാറുന്നില്ലേ വല്യമ്മേ? ഗൗരി പ്ലീസ്. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. കൈ വീശി എങ്ങാനും ഇവളൊരു അടി അടിച്ചാ പിന്നെ ഞാനില്ല. അല്ലേ സ്വാതി? ദയവ് ചെയ്ത് ഇന്നെങ്കിലും ഈ കുത്തുവാക്ക് പറയുന്നത് നിർത്താമോ? ഓ ശരി, ഞാൻ മിണ്ടുന്നില്ല. ആ മതി മതി, അവര് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അതെന്ത് പരിപാടിയാ വല്ലിച്ച? അടുത്ത വീട്ടിൽ നിന്ന് ആൾക്കാർക്ക് വരത്തില്ലേ ഈ വീട്ടിലെ മണവാട്ടി കാണാൻ? അപ്പൊ ഇവളിവിടെ വേണ്ടേ? റെസ്റ്റ് എടുക്കുന്നതൊക്കെ പിന്നെ. ഇത് എത്ര പവനുണ്ട് സ്വാതി, ഈ ആഭരണങ്ങളൊക്കെ? 25. എത്ര? 25. അത്രേ ഉള്ളൂ? ഇതാണ് സ്ത്രീധനം വേണ്ടെന്ന് വെച്ച് കെട്ടിയാലുള്ള കുഴപ്പം. നീലിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് മിനിമം 250 പവനെങ്കിലും കിട്ടേണ്ടതായിരുന്നു. സഹായിക്കാൻ എനിക്ക് ആരുമില്ലായിരുന്നു. 2 അമ്മാവന്മാരുള്ളതോ? കഷ്ടം. ആരെങ്കിലും വന്ന് കണ്ട നമുക്ക് നാണക്കേട്. 25 പവൻ ഇക്കാലത്ത് പിച്ചക്കാർക്ക് പോലും കിട്ടും, ഇതിലും കൂടുതൽ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? കാശ് മോഹിച്ചിട്ടൊന്നും അല്ല ഈ കല്യാണം നടത്തിയത്. എന്ത് മോഹിച്ചിട്ടാണെങ്കിലും കല്യാണം തന്നെയല്ലേ? ആരെയാ കെട്ടിയിരിക്കുന്നത്? പെൺകുട്ടികളായ പെൺകുട്ടികൾ മുഴുവൻ മോഹിക്കുന്ന നീൽ മഹേഷിന്. ഇവരെ ഇങ്ങോട്ടല്ലല്ലോ, നമ്മൾ അങ്ങോട്ടല്ലേ ആലോചന ചെയ്യുന്നത്. എന്നാൽ അതിനൊരു മാന്യതയില്ല വല്ലിച്ച. 4 ആള് കേട്ട എന്ത് വിചാരിക്കും? ഒന്നും വിചാരിക്കില്ല. സ്വർണ്ണമാണോ പ്രശ്നം? പരിഹാരം ഞാനിപ്പോ ഉണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് പണത്തിനും പൊന്നിനും ഒന്നും ഒരു കാര്യമില്ല. സ്വഭാവം നന്നായിരുന്നാ മതി. അല്ലെങ്കിൽ കെട്ടിയതിന്റെ അടുത്ത മാസം കോടതിയിൽ നടയിൽ ചെന്ന് നിൽക്കേണ്ടി വരും. എന്തിനെന്നറിയാമാ? പിരിയെ. നിങ്ങൾ ആരെ ഇങ്ങോട്ട് വിളിച്ചത്? വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി. കുടുംബക്കാർ സംസാരിക്കുമ്പോ അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട, മനസ്സിലായല്ലോ? ഓ, ഇത്രയും കേട്ടപ്പോഴേ അറിയാണ്ട് നാവ് ചൊറിഞ്ഞു പോയി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. വേണ്ടെങ്കി വേണ്ട, ഞാൻ പോണ. സ്വാതി, ദാ ഇത് മുഴുവൻ നിനക്ക്. പോട്ടെ, സ്വർണം കുറഞ്ഞു പോയിന്ന് പറഞ്ഞ് ഇനി നിന്നെ ആരും കളിയാക്കില്ല. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. എന്റെ കരിയർ തകർത്തത് നീ ഒറ്റൊരാളാ. ഞാനും വേദയും തമ്മിലുള്ള ബന്ധം തകരാനും കാരണം നീയാ.
അതിനുള്ള ശിക്ഷയടി നിന്റെ ഈ കഴുത്തി കിടക്കുന്ന ഈ താലി. ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല. ഞാൻ പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നോണം, അല്ലെങ്കിൽ നീ അനുഭവിക്കും. എത്ര നന്നായിട്ടാണെന്നറിയോ എന്റെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. ഞാനും വേദയും തമ്മിലുള്ള അടുപ്പത്തില് ചെറിയൊരു സൗന്ദര്യപ്പണക്കം പോലും ഉണ്ടായിട്ടില്ല. നീ വന്ന് എന്ന് കാലുകുത്തിയോ അന്നത്തോടെ തീർന്നുവല്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഞാൻ തന്നെ അത് പറഞ്ഞു തരണമല്ലേ? ഞാനും വേദയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് ഫേസ്ബുക്കിലിട്ടത് ആരാ? ആ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു സിനിമയാ. അത് ഞാൻ ചെയ്തതല്ല, ദേവപ്രിയ ചെയ്തതാ. ആര് ചെയ്തതായാലും നിന്റെ ഫോണിൽ നിന്നാണല്ലോ അത് ചെയ്തത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം നിനക്കാ. അന്നേ തീരുമാനിച്ചതാ നിനക്കിട്ടൊരു പണി തരണമെന്ന്. കല്യാണത്തിലും വലിയ തിരിച്ചടിയില്ലല്ലോ. എന്റെ വീട്ടുകാരെല്ലാം ഭയങ്കര സന്തോഷത്തില, അമ്മ പ്രത്യേകിച്ചും. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ നമ്മൾ തമ്മില് അതിന്റെ രീതികൾ എങ്ങനെയായിരിക്കണമെന്ന് പോയി വന്നിട്ട് ഞാൻ പറയാം. എവിടെ പോവാ? എനിക്കിഷ്ടമുള്ളിടത്തേക്ക്. ഞാൻ എവിടെ പോകുന്നു, എപ്പോ വരുന്നു, ഇതിലൊന്നും കയറി ഇടപെടാൻ നിൽക്കരുത്. കല്യാണം കഴിച്ചു എന്ന് കരുതി എന്റെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈവയ്ക്കാന്ന് വിചാരിച്ചാ എന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. മറ്റൊരു മുഖം കൂടിയുണ്ട് ഈ നീലിന്. അത് പുറത്തെടുപ്പിക്കരുത്, മനസ്സിലായോ? ആയോന്ന്? ഒരു നിമിഷം. എന്നെ ഇഷ്ടമായിട്ട് തന്നെയാ കല്യാണം കഴിക്കുന്നെന്ന് അന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു അല്ലേ? എന്നെ പറ്റിക്കാൻ ഒരു നുണ അല്ലേ? അതേടി, വെറുതെ പറഞ്ഞത് തന്നെ. അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്നെ കെട്ടില്ലായിരുന്നു. കെട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? എല്ലാം ഒരു നാടകമായിരുന്നു. നിന്നെ ഇവിടെ വരുത്താനുള്ള നാടകം. ആ നാടകത്തിലെ ആദ്യ രംഗം ഇപ്പൊ കഴിഞ്ഞത്. ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു? മോളെ വേദ, ഇന്നലെ മുതല് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീ. ഇങ്ങനെ പട്ടിണി കിടക്കാണ്ട് വല്ലതും വന്ന് കഴിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട. നീ ഇത് എന്തു ഭാവിച്ചാ മോളെ? ആരെ തോൽപ്പിക്കാനാ നിന്റെ ഈ സമരം? അവനെ മറക്കെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ. എന്നിട്ടിപ്പോ എന്തായി? അവൻ തന്നെ നിന്നെ മറന്നില്ലേ? വീട്ടുകാരുടെ വാക്ക് കേൾക്കാൻ കൂട്ടാക്കാത്ത എല്ലാ പെൺകുട്ടികളുടെയും ഗതി ഇതൊക്കെ തന്നെയാ. അമ്മയൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? എനിക്ക് വേണ്ടത് മനസ്സമാധാനോ. അത് തന്നില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. നീ എന്തിനാ വെറുതെ അവളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ പോകുന്നത്? എടി, അവള് തോറ്റുപോയ ദിവസം ഇന്ന്. നമ്മൾ ജയിച്ച ദിവസവും. അതിനനുസരിച്ച് വേണം നമ്മൾ അവളോട് പെരുമാറാൻ.
അങ്ങനെ അവൾക്കൊരു ജീവിതമായി. എല്ലാം അറിഞ്ഞിട്ടും അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? നരകത്തിലേക്ക് അവള് പോയിരിക്കുന്നെ. അതെങ്ങനെ അമ്മ ഒരു ജീവിതം ആവുന്നേ? അതല്ലടി, ചിലപ്പോ നമ്മളൊന്നും ചിന്തിക്കാത്ത തരത്തില് അവളുടെ ജീവിതം മാറിയാലോ? ഒരു കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? അടുത്ത് ഇടപഴകുന്നവർക്ക് മുഴുവൻ സ്വാതിയെ ഇഷ്ടപ്പെടാറാണ് പതിവ്. ആ പതിവ് അവിടെയും ആവർത്തിച്ചാൽ അവളുടെ ജീവിതം രക്ഷപ്പെടില്ലേ? ഒരിക്കലുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും നീലൻ അവളെ ഇഷ്ടമാവില്ല. ഇനി അഥവാ അങ്ങനെ ആയാലും ഒരു കൊല്ലമല്ല അമ്മേ അവൾക്ക് അവിടെ കഴിയാൻ പറ്റൂ. അത് തെറ്റിയാലോ? തെറ്റാനോ? നാരായൺജിയുടെ പ്രവചനോ? എനിക്ക് തോന്നുന്നില്ല. അവളുടെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ കഴിഞ്ഞിരുന്നപ്പോ പണിയെടുത്ത് നടുവൊടിഞ്ഞു എന്നല്ലേ അവളുടെ പരാതി. ഇനി അവൾക്ക് മനസ്സിലാകും ഇവിടെ ആയിരുന്നു സ്വർഗമെന്ന്. ആ, എന്തെങ്കിലും ആവട്ടെ, അവളായി അവളുടെ പാടായി. നിന്നെ തല്ലി അവൾക്ക് ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാ കിട്ടാനുള്ളത്? നമുക്കിനി അവളെ അങ്ങ് മറക്കാം. അമ്മ മറന്നോ? പക്ഷെ ഞാൻ മറക്കില്ല. എനിക്ക് മറക്കാൻ പറ്റില്ല. തകർന്ന് തളർന്ന് എന്നെങ്കിലും ഒരിക്കൽ അവൾ എന്റെ മുന്നിൽ വരണം, സഹായം ചോദിച്ചുകൊണ്ട്. ആ ഒരു ദിവസത്തിന് വേണ്ടി അമ്മേ ഞാൻ കാത്തിരിക്കുന്നെ. എങ്കിലേ എന്റെ മനസ്സിലെ തീ അണയൂ. നിന്റെ ആഗ്രഹം നടക്കും, നോക്കിക്കോ. നടക്കണം. സ്വാതി അല്ല ദേവപ്രിയ. ദേവപ്രിയ ജയിക്കേണ്ടത്. അത് കളിയിലായാലും ശരി, ജീവിതത്തിലായാലും ശരി. മണവാട്ടി എഴുന്നേറ്റില്ലേ? ഇല്ല, ചെന്ന് നോക്കിയപ്പോ ഭയങ്കര ഉറക്കം. ക്ഷീണം ഉണ്ടായിരിക്കുമല്ലോ. വിളിക്കണ്ടെന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ അത് ഏറ്റു. ഏത് എന്ത് ഏറ്റെന്ന് പറഞ്ഞല്ലേ ഇപ്പം? ആര് പറഞ്ഞു? അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവള് കുഴപ്പമാണ് കേട്ടോ, വേറും വേഷം. എന്താ? എന്തരേ? അല്ല, എന്തോ പറഞ്ഞല്ലോ. ആര്? അപ്പിക്ക് തോന്നിയതായിരിക്കും. ഇപ്പൊ അപ്പി പറയാത്ത കാര്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ലേ? അതുപോലെ തോന്നിയതാണ്. ഇങ്ങനെ പോയാലേ അധിക നാൾ നിൽക്കേണ്ടി വരില്ല. പറഞ്ഞേ, നീയാണ് എനിക്ക് ശമ്പളം തരണത്. നല്ല ബെസ്റ്റ് മരുമോളാ അല്ല വിളിച്ച? 8 മണിയായിട്ട് എഴുന്നേറ്റിട്ടേ ഇല്ല. ആദ്യ ദിവസല്ലേ, കിടക്കട്ടെ. കിടക്കട്ടെ കിടക്കട്ടെ. സാധാരണ പുത്തനച്ച് പുറപ്പുറം തൂക്കുന്ന പറയാറ്. ഇതെന്താണാവോ ഇങ്ങനെ? തീറ്റ ഉറക്കം, ഉറക്കം തീറ്റ. മിക്കവാറും അങ്ങനെ ആവാനാ സാധ്യത. എത്ര ചേട്ടാ? 40. ഓ, വന്നല്ലോ അവകാശികള്. കേറി വരാമല്ലേ? വാ. ഞാൻ ചുമ്മാ ഇതിലേ പോയപ്പോ. അതിനെന്താ? സ്വാതി ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉറക്കത്തില്ല. ഈ നേരമായിട്ടോ? അങ്ങനെ അല്ലല്ലോ അവള്. 4 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ അവൾ എണീറ്റിരിക്കും. തറവാട്ടിലെ മാത്രമല്ല, എന്റെ വീട്ടിലെ ജോലികളും അവളാ ചെയ്തോണ്ടിരുന്നേ. ഇത്രയും കാലം പണിയെടുത്തതല്ലേ, ഇവിടെ വന്നപ്പോ റെസ്റ്റ് എടുക്കാന്ന് കരുതി കാണും. ക്ഷീണം കൊണ്ടായിരിക്കും രാഹുലേ. എന്നിട്ട് ആ ക്ഷീണം മണവാളനില്ലല്ലോ. ഇനി വല്ല അസുഖവും? ആർക്കറിയാം. ഒന്ന് പോയി നോക്കൂ. ഞാനെന്തിനാ നോക്കുന്നത്? എങ്കിൽ അമ്മേ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? എന്തിന്? ഉറക്കം കഴിയുമ്പോ ആളും കഴിഞ്ഞിട്ട് വന്നോളൂ. സ്വാതിയെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. എന്തായാലും അവൾ ഇത്ര നേരം കിടക്കത്തില്ല. രാഹുൽ വാ, നമുക്ക് പോയി നോക്കാം. ശരി. മഹാറാണിയല്ലേ, പള്ളി ഉണർത്തിയല്ലേ പറ്റൂ. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. തടിച്ചിക്ക് കൂട്ട് ചട്ടുകാലൻ. ഗൗരി. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. ദാ
സങ്കടം കൊണ്ടോ വല്യമ്മേ? ഗിരിയേക്കാളും എനിക്കിഷ്ടം നീലിനോടാണെന്ന് വല്യമ്മയ്ക്ക് അറിയാമല്ലോ. അവനെന്തെങ്കിലും ദോഷം വന്നാ സഹിക്കാൻ പറ്റൂ എനിക്ക്? ഇവൾ ഒരുത്തി എല്ലാത്തിനും കാരണം. വന്ന് കാല് കുത്തിയില്ല, അപ്പോഴേ തുടങ്ങി ഈ വീടിന്റെ നാശം. ഒരു കരച്ചില്. ഭർത്താവിന്റെ വീട്ടിലെ കുറ്റവും കുറവും സ്വന്തം വീട്ടിൽ അറിയിക്കുന്നതേ അത്ര നല്ല ശീലമൊന്നും അല്ല. വല്യമ്മ ഇതൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നീ അതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. കുറച്ചു ദിവസം കഴിയട്ടെ, എല്ലാവരും നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഞാനല്ലേ പറയുന്നത്? ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വാ. വേണ്ട, വിശപ്പില്ല. നിനക്ക് എന്താ പറ്റിയത്? അവളുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണല്ലോ നീ ഇങ്ങനെ മാറിയത്. എന്താടാ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? സുഖമല്ലേ? വലിയ വീട്, സ്നേഹമുള്ളൊരു അമ്മയും അച്ഛനും, അതിലും സ്നേഹമുള്ളൊരു ഭർത്താവ്. ഇങ്ങനൊരു ജീവിതം കിട്ടാൻ ഭാഗ്യം ചെയ്യണം. പിന്നെന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എല്ലാ നേരവും ഒരാളുടെ മുഖം ഒരുപോലെ ഇരിക്കും അമ്മേ. അത് മാറും, മാറിക്കൊണ്ടിരിക്കും. എന്താണ് രാവിലെ തന്നെ അമ്മയും മോനും തമ്മിൽ? ഇവൻ എന്തൊക്കെയോ പറയുന്നു, എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. എന്താടാ? ഒന്നുമില്ല അച്ഛാ. അതെ, നീ നിന്റെ അമ്മയോട് പറഞ്ഞാ മതി. നിന്റെ മുഖം ഒന്ന് മാറിയാ മതി, അപ്പൊ എനിക്ക് മനസ്സിലാവും. എന്തു പറ്റി? അത് പിന്നെ സ്വാതി സ്വാതി പ്രതീക്ഷ പോലൊരു ജീവിതം അല്ല അവൾക്ക് കിട്ടാൻ പോകുന്നൊരു തോന്നൽ. നീൽ അവളെ കെട്ടിയത് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലച്ച. അവന്റെ മനസ്സിൽ വേറെന്തൊക്കെയോ പദ്ധതികളാണ്. പക്ഷെ ഒന്നും പറയുന്നുമില്ല. ഇത് ഞാൻ ചോദിച്ചപ്പോ നിനക്ക് പറഞ്ഞാൽ എന്തായിരുന്നു? എടാ, അവര് ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതൊന്ന് ശരിയായി വരാൻ ചിലപ്പോ 1-2 ദിവസം എടുക്കും. വേറെ വേറെ സാഹചര്യങ്ങളിൽ വളർന്നവര്. ചേർച്ചകളെക്കാൾ അവർക്കിടയിൽ കൂടുതലുള്ളത് ചേർച്ചക്കുറവുകളാ. അപ്പോ തുടക്കത്തില് ചില കല്ലുകടികളൊക്കെ ഉണ്ടാവും. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അല്ലാതെ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നീ കണ്ടോ, അവര് വലിയ സന്തോഷത്തിലായിരിക്കും. അങ്ങനെ ആവണം തന്നെ എന്റെയും പ്രാർത്ഥന. അങ്ങനെ ആയാ മതിയായിരുന്നു. ഏതൊരു കാര്യത്തിനും ആദ്യം വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. ശരിയാകുമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പോൾ ശരിയായിക്കൊള്ളൂ. അവളെക്കുറിച്ച് ആദ്യം പിടിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് സമയമായിട്ടില്ല. നീ വന്ന് വല്ലതും കഴിക്കേ. വാ ചെല്ലു മോളെ, കഴിക്കും. ഇരിക്കേ. അപ്പി വന്നാ? അപ്പിക്ക് എന്തിനാണ് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഈ കാട്ടാക്കട അമ്പിളിയൊക്കെ ഉണ്ടാക്കി തരും. കാപ്പിയൊക്കെ എന്തിനാണ് വേണ്ടത്? ദോശ വേണോ, ഇഡ്ഡലി വേണോ? അയ്യേ, സ്വാതിയെ കുറിച്ച് അമ്പിളിക്ക് അറിയാത്തോണ്ടാ. അവള് രാവിലെ കുടിക്കുന്നത് പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിയാ? ഇഡലിയോ ദോശയോ കഴിച്ചാ ഇവൾക്ക് എന്താവാനാ? ഈ ശരീരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് ഒരു കാലം പഴങ്കഞ്ഞികൾ കുടിക്കണം, അല്ലേ സ്വാതി? എനിക്ക് എന്തായാലും മതി. അതൊന്നും പറ്റത്തില്ല. എന്താണോ ഇത്രയും നാളെ കഴിച്ചോണ്ടിരുന്നത് അത് തന്നെ കഴിച്ചാ മതി. ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാ. എന്താ പഴങ്കഞ്ഞിയാ? വേഗം കുടിച്ചോ. വാങ്ങ്. ഒറ്റ വലിക്ക് കുടിച്ചോ, സൂപ്പർ ടേസ്റ്റാ.